ഞാനൊരു മുതിർന്ന പൗരൻ എന്നുള്ള നിലയിൽ ഒരു ചോദ്യമാണ്. വയോജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ്. വർഷങ്ങളായി വയോജനങ്ങൾക്ക് റെയിൽവേയിൽ മുതിർന്ന പൗരന്മാർക്ക് പുരുഷന്മാർക്ക് 40% സ്ത്രീകൾക്ക് 50% ടിക്കറ്റിൽ ഇളവുണ്ടായിരുന്നു. അത് കോവിഡ് വന്നതിൻ്റെ അപ്പോൾ കേന്ദ്ര മോദി ഗവൺമെൻറ് പിൻവലിച്ചു. അത് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ നിരവധി എംപിമാർ ഈ ഇളവ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ ഒരു നിലപാടും എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ BJP പ്രതിനിധിയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. യെസ് സജിത. നോക്കൂ, കോവിഡ് വന്ന സമയത്ത് ഒരുപക്ഷെ പല മേഖലകളിലും വ്യത്യസ്തമായ സൗജന്യങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് റെയിൽവേയിൽ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും. ആ കോവിഡിൻ്റെ മഹാമാരിക്ക് ശേഷം വരുന്ന ഈ സാമ്പത്തിക ബാധ്യത, ആ സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള സൗജന്യമായ പല കാര്യങ്ങളും അവസാനിപ്പിച്ചത്. പക്ഷേ ക്രമേണ പല മേഖലകളിലും കേന്ദ്ര സർക്കാർ ആ സൗജന്യം വീണ്ടും റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെയിൽവേ മാത്രമല്ല, മുഴുവൻ മേഖലകളും ഇത് ഇങ്ങനെ മുതിർന്ന പൗരന്മാരുടെ ആനുകൂല്യം പിൻവലിച്ചത് വഴി റെയിൽവേയിലേക്ക് 2247 കോടി രൂപ അധികമായി ഉണ്ടായി എന്നാണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് ചുമ്മായാണ്. ഞാൻ റെയിൽവേ പുനഃസ്ഥാപിച്ചു എന്നല്ല പറഞ്ഞത്, പല മേഖലകളിലും പുനഃസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വ്യക്തമായി കേൾക്കണം. ഞാൻ ചോദിച്ച പല മേഖലയിലെ കാര്യമല്ല. ഞാൻ പറഞ്ഞത് പല മേഖലയിലും സൗജന്യം അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ സൗജന്യം അവസാനിപ്പിച്ചതിൽ റീ ഓപ്പൺ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു.